അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്തു ഖൈലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു നീക്കി സലാമത്ത് നൽകുമാറാവട്ടെ. പലരും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പല ആളുകളും പുരുഷന്മാരും പെണ്ണ് കാണാൻ പോവാറുണ്ട്. അവിടെ പെണ്ണ് ശരിയാവാറില്ല. ഒരുപാട് പെണ്ണ് കാണാൻ പോയി മടുത്ത് ഇനി പെണ്ണ് വേണ്ട എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെയുള്ള ആളുകൾക്കാണ് ഇന്ന് ഈ അമൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇതെന്നോട് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് ചോദിച്ച ഒരു സഹോദരനുണ്ട്, ഒരു കുടുംബമുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വിവാഹം നടക്കാത്ത ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവാണ്. ഇൻഷാ അല്ലാഹ് പക്ഷേ നിങ്ങൾ പല ഉസ്താദുമാരിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂടെ ചേർത്ത് തരുമാറാവട്ടെ. പെണ്ണ് കാണാൻ പോകുന്ന പുരുഷൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പെണ്ണ് കാണാൻ പോവുക. പെണ്ണ് കാണാൻ പോകുന്ന പുരുഷൻ ഈ പറയുന്നവ ഓതിയ ശേഷം പെണ്ണ് കാണാൻ പോവുക. ഒരാഴ്ച ഓതണം. ഒരാഴ്ച ഈ ക്രിയ ഈ പറയുന്ന ആയത്തുകളൊക്കെ നിങ്ങൾ ഓതണം. അതായത് ഒരു പുരുഷൻ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യം 2 റക്അത്ത് സുന്നത്ത്, ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് നമ്മളുടെ സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം ഓതുക. ഖുൽ ഇന്നൽ ഫള ബിയദില്ലാഹി യുതി മൻ യശാ വല്ലാഹു വസീഉൻ അലീം യഹ്തസു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫളിൽ അലീം എന്ന ഈ ആയത്തും ഓതുക. സൂറത്തുൽ യൂസുഫ് 3 പ്രാവശ്യവും, ഇഖ്ലാസ് 7 പ്രാവശ്യവും, മുഅവ്വിദതൈനി ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസും 7 പ്രാവശ്യവും, നാരിയത്തു സ്വലാത്ത് 7 പ്രാവശ്യവും ഓതുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി മുടങ്ങാതെ ചെയ്തതിനു ശേഷം അവൻ പെണ്ണ് കാണാൻ പോവുകയാണെങ്കിൽ അവൻക്ക് അനുയോജ്യമായ സുന്ദരിയായ ഇണയെ കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്ത്രീകളെ കാണാൻ ചില ആണുങ്ങൾ വരും. സ്ത്രീകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും, പക്ഷേ പുരുഷൻ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. കേസുകളാണ് നിരവധി, ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കാണാൻ വരികയും പെണ്ണിനെ ആണിനെ പുരുഷനെ പറ്റുകയും പുരുഷന് പെണ്ണിനെ പറ്റാതിരിക്കുകയും ചെയ്താൽ ആ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? വിവാഹിതനാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ സൂറത്തുൽ യാസീനും സൂറത്തുൽ ത്വാഹയും ധാരാളം ഓതുക. സൂറത്തു യാസീനും സൂറത്തു ത്വാഹയും സൂറത്തും ധാരാളം ഓതുകയും ദിവസവും ഓതിത്തീർന്നാൽ അനുയോജ്യമായ ഒരു ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒന്ന് സൂറത്തു യാസീന്, അതുപോലെ ത്വാഹ സൂറത്ത് ധാരാളമായി ഓതുക. എന്നിട്ട് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അനുയോജ്യമായൊരു ഇണയെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
അതുപോലെ ത്വാഹ സൂറത്ത് 21 ദിവസം കൊണ്ട് ത്വാഹ സൂറത്ത് 21 ദിവസം കൊണ്ട് കുറേശ്ശെ അറബി മഷി കൊണ്ട് ഒരു പ്ലേറ്റിൽ എഴുതി അത് കഴുകി ആ വെള്ളം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ആ വെള്ളം നമ്മുടെ ശരീരത്തിലൂടെ ഒഴിച്ചാൽ നമ്മളുടെ വിവാഹ തടസ്സങ്ങൾ, അതിനുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള സ്ത്രീകളും പുരുഷന്മാർ ആദ്യം പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹയും ആയത്തും സൂറത്ത് യൂസുഫൊക്കെ ഓതിക്കൊണ്ട് പെണ്ണ് കാണാൻ പോവുകയും, സ്ത്രീകളാണെങ്കിൽ യാസീനും ത്വാഹ സൂറത്തും ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രയാസങ്ങളും വിവാഹ തടസ്സങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുത്ത് ഖൈറായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. ഇതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഞാൻ നിൽക്കുന്നത് തൃപ്പനഞ്ചി മക്കാമിൻ്റെ അടുത്തുള്ള ഒരു റൂമിലാണ്. ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വരുന്നവർ വിളിച്ചിട്ട് വരിക, ഇൻഷാ അല്ലാഹ്. വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടാലും നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ്